ചരിത്രകാരൻ MGS നാരായണൻ അന്തരിച്ചു. കോഴിക്കോട്ടെ വസതിയിലായിരുന്നു അന്ത്യം. 92 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. ദീപക് മലയമ്മ നമുക്കൊപ്പം. ദീപക് മലയമ്മ, എപ്പോഴായിരുന്നു MGSന്റെ വിയോഗം? സുജയ, ഇന്ന് രാവിലെ ഏതാണ്ട് 9:45 കൂടിയാണ് MGSന്റെ മരണം സംഭവിക്കുന്നത്. ഏറെ നാളായി വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകൾ അദ്ദേഹം നേരിട്ടിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ പലാപ്പറമ്പിലെ വസതിയിൽ വെച്ചാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ഒരു ചരിത്ര പുരുഷൻ എന്നുള്ള നിലയിൽ തന്നെയാണ് MGSനെ എല്ലാവരും നോക്കിക്കാണുന്നത്. പ്രത്യേകിച്ച് ഒരു ചരിത്ര പണ്ഡിതൻ, അധ്യാപകൻ, സാഹിത്യകാരൻ എന്നുള്ള നിലകളിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെതായ പ്രതിഭ തെളിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 92 വയസ്സായിരുന്നു. ഓഗസ്റ്റ് 20, 1932 പൊന്നാനിയിലാണ് അദ്ദേഹത്തിന്റെ ജനനം. പിന്നീട് ഇങ്ങോട്ട് ക്രിസ്ത്യൻ കോളേജിൽ ഉൾപ്പെടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നു. 1973 കേരള സർവകലാശാലയിൽ നിന്ന് PhD ബിരുദം നേടുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് ചരിത്രങ്ങൾ ആലേഖനം ചെയ്യുന്ന കാര്യത്തിൽ അത് രേഖകളുടെ പിൻബലത്തോടുകൂടി പൂർത്തിയാക്കി എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. ഓരോ ഘട്ടത്തിലും ആളുകൾക്ക് ആശ്രയിക്കാവുന്ന തരത്തിൽ ഉള്ള ചരിത്രങ്ങൾ കൃത്യമായി തന്നെ രേഖപ്പെടുത്തുന്നതിൽ അദ്ദേഹം കാണിച്ചിരിക്കുന്ന ഒരു കഴിവ്, അത് പലപ്പോഴും വലിയ രീതിയിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അല്പനാൾ മുൻപ് ആശുപത്രിയിൽ ചികിത്സയിലൊക്കെ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പല ഘട്ടങ്ങളിലും വലിയ രീതിയിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ അദ്ദേഹം അനുഭവിച്ച അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അതിനെയൊക്കെ അതിജീവിച്ച ഏറെ നാൾ മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മരണത്തിന് കീഴടങ്ങുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ദേശീയ അന്താരാഷ്ട്ര സെമിനാറുകളിൽ ഏതാണ്ട് 100-ലേറെ പ്രബന്ധങ്ങൾ അദ്ദേഹം അവതരിപ്പിക്കുകയും അതൊക്കെ തന്നെ ശ്രദ്ധ നേടുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ മധ്യകാല കേരള ചരിത്രവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പെരുമാൾസ് ഓഫ് കേരള എന്നുള്ള പേരിലുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എഴുതിയിട്ടുള്ള ഇളംകുളം കുഞ്ഞമ്പിള്ളയായിരുന്നു MGSന്റെ ഗുരുവും വഴികാട്ടിയും ഒക്കെയായി തന്നെ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. വാജ്പേയി സർക്കാർ അധികാരത്തിലുള്ള കാലത്ത് ഇന്ത്യൻ ചരിത്ര ഗവേഷണ കൗൺസിലിന്റെ ചെയർമാൻ എന്നുള്ള നിലയിലൊക്കെ തന്നെ അദ്ദേഹം പ്രവർത്തിക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ മലാപ്പറമ്പ് ബൈപ്പാസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാനാഞ്ചിറ വെള്ളിമാടുകുന്ന റോഡിന്റെ വികസനത്തിനായുള്ള ഒരു ഇടപെടലൊക്കെ തന്നെ നടത്തുന്നതിൽ MGS നടത്തിയ നീക്കങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ ചർച്ചയാകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ റോഡ് ഉപരോധം ഉൾപ്പെടെ ഉണ്ടായിരുന്ന ഘട്ടത്തിലൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ ഇടപെടലൊക്കെ കോഴിക്കോട്ടുകാരെ സംബന്ധിച്ച് അത്രമേൽ ശ്രദ്ധേയമായ കാര്യങ്ങളുമാണ്. എന്തായാലും ഒരു ചരിത്ര പണ്ഡിതനെ നമുക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് MGSന്റെ വിയോഗത്തിലൂടെ സംഭവിക്കുന്നത് എന്ന് പറയേണ്ടി വരും. ഒരു ചരിത്ര പുരുഷൻ കൂടി വിട വാങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. സുജയ, ദീപക് മലയമ്മ, ദീപകിന് കോഴിക്കോട്ടെ ഈ മാധ്യമപ്രവർത്തന ജീവിതത്തിനിടയിൽ അദ്ദേഹത്തെ പലതവണ കാണേണ്ടി വന്നിട്ടുണ്ടാകുമല്ലോ. കോഴിക്കോട്ട് മലാപ്പറമ്പ് ഹൗസിംഗ് കോളനിയിൽ അദ്ദേഹത്തിന്റെ വീട് മൈത്രി എന്നാണ് ആ വീടിന് പേരിട്ടിരിക്കുന്നത്. അവിടെ എത്തുന്നവരിൽ അദ്ദേഹത്തിന് പ്രായമായ അദ്ദേഹത്തിന്റെ സമകാലികരായ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ പ്രായത്തിന് ഇളയ യുവ സുഹൃത്തുക്കൾ അങ്ങനെ മാത്രമേ അദ്ദേഹത്തിനൊരു വേർതിരിവുണ്ടായിരുന്നുള്ളൂ എന്ന് കേട്ടിട്ടുണ്ട്. അതിൽ തന്നെ പാണ്ഡിത്യമോ അല്ലെങ്കിൽ പാണ്ഡിത്യമില്ലായ്മയോ ഒന്നും ആയിരുന്നില്ല അവിടെ മാനദണ്ഡം. ഏത് അപരിചിതൻ അവിടെ വന്നിരുന്നു കഴിഞ്ഞാലും അവരെയൊക്കെ കേൾക്കുന്ന ഒരു MGS, അതല്ലേ നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്നത് ദീപക്? ആ അർത്ഥത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന് കൃത്യമായ പാണ്ഡിത്യം ഈ ചരിത്രത്തിന്റെ കാര്യത്തിലൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു സംശയത്തിന്റെ ഒരു സാഹചര്യം വന്നാൽ അത് കൃത്യമായി ചോദിക്കാനും അതിന് അദ്ദേഹം നൽകുന്ന മറുപടികൾ അത് നമുക്ക് അത്ര കണ്ട് കൃത്യമായ രീതിയിൽ ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ഉത്തരങ്ങൾ അത് ആരിലേക്കും അടിച്ചേൽപ്പിക്കാറുണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് MGSനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെതായ കാഴ്ചപ്പാടുകൾ, ചരിത്രത്തെ അവലംബിച്ചുകൊണ്ട് നടത്തുന്ന പരാമർശങ്ങൾ അതൊന്നും തന്നെ ഒരാൾക്ക് ഗ്രഹിക്കാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും അത് അടിച്ചേൽപ്പിക്കുന്ന സ്വഭാവം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. എല്ലാവരോടും വളരെ സൗമ്യതയോടുകൂടി ഇടപഴകുന്ന സാഹചര്യം, ആ ഒരു അർത്ഥത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സാഹചര്യമൊക്കെ തന്നെയാണ് MGSനെ സംബന്ധിച്ച് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഈ കാലം അത്രയും പ്രചാരത്തിൽ ഉണ്ടായിരുന്ന ഒരു രീതികളെയൊക്കെ നിരാകരിച്ചുകൊണ്ട് ചരിത്രത്തെ കെട്ടുകടകളിൽ നിന്ന് മോചിപ്പിച്ചു എന്നുള്ളത് തന്നെയാണ് MGSന്റെ ഒരു പ്രത്യേകതയെ എടുത്തു പറയേണ്ടത്. കാരണം പല വിധത്തിൽ ചരിത്രത്തെ വളച്ചൊടിക്കുകയൊക്കെ ചെയ്യപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ഇത്രകാലം എങ്ങനെയാണോ ആ കാര്യങ്ങളെ പലരും നോക്കിക്കണ്ടിരുന്നത് അത് കൃത്യമായി ആ കെട്ടുകഥകൾ എന്നുള്ള നിലയിൽ നിന്ന് അതിനെ മോചിപ്പിച്ചുകൊണ്ട് തന്നെ കൃത്യമായി രേഖകളുടെ പിൻബലത്തോടുകൂടി അതിനെ രേഖപ്പെടുത്തി വെക്കാനൊക്കെ MGS എടുത്ത ഒരു നീക്കമുണ്ട്. തീർച്ചയായും ദീപക്, ചരിത്രം നമ്മൾ പറയുമ്പോൾ ചരിത്രത്തിൽ നടത്തിയ ഇടപെടലുകൾ അതുകൊണ്ട് കൂടിയാണ് MGS കൂടുതൽ ശ്രദ്ധേയനായി മാറുന്നത്.